ഇന്നത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ കുട്ടി എന്തോന്ന് പേടിച്ചു. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ആൾക്കാരോട് സംസാരിക്കുന്നില്ല, പാരൻസിൻ്റെ കൂടെ പോകുന്നില്ല. അപ്പോൾ ഹിസ്റ്ററി ചോദിച്ചു വന്നപ്പോൾ ഇവർ കുറച്ച് ദിവസം മുമ്പ് ഫാമിലിയായിട്ട് ഷോപ്പിങ്ങിന് പോയ സമയത്ത് കുട്ടി മിസ്സായി. പിന്നെ തെരച്ചിലായി, ആൾക്കാർ കൂടുതലായി, ആകെ ബഹളം. കുട്ടി ഈ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇവരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോയി. എന്തായാലും ഇവർ വണ്ടി എടുക്കാൻ വരുമല്ലോ. അങ്ങനെ കുട്ടീനെ കിട്ടി. കുട്ടീനെ കണ്ട പാടെ ഉപ്പ കുട്ടീനെ അടിക്കുകയും ചീത്തറിയുകയും ചെയ്തു. ആൾക്കാരുണ്ടല്ലോ, കുട്ടി പാനിക്കായി. നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ സ്റ്റക്കായി നിൽക്കുന്ന നേരത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരാൾ നിങ്ങളെ ചീത്ത പറയുക, അടിക്കുകയൊക്കെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതൊരു കുട്ടിക്കാണെങ്കിലോ അവിടെ ഒരു ട്രോമ തുടങ്ങുകയല്ലേ. കുട്ടീനോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത്, ഞാൻ നല്ലോണം പേടിച്ചു പോയി, ഉപ്പ എന്നെ അടിച്ചു, എല്ലാവരും കണ്ടു. ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഏറ്റവും ആവശ്യം പാരൻസിൻ്റെ കെയറും അറ്റൻഷനും തന്നെയാണ്. അത് നേരെ ഓപ്പോസിറ്റായിട്ട് നടന്നാലോ? ഈ കുട്ടിക്ക് എന്നല്ല, ആർക്കായാലും ട്രോമ വരൽ സ്വാഭാവികമാണ്. ഈ കേസിൽ കുറച്ചുകൂടി മെച്ചോർഡായിട്ട് ഹാൻഡിൽ ചെയ്തതും കുട്ടിയാണ്. ചില കേസിൽ പാരൻസിനേക്കാളും മെച്യൂരിറ്റി കുട്ടിയേക്കാന്ന് തോന്നുന്നു.